അടുത്ത എൻഡോക്രൈൻ ഗ്ലാൻഡാണ് പാൻക്രിയാസ്. അപ്പോൾ പാൻക്രിയാസിനെ പറ്റി നമുക്കറിയാം, ഇറ്റ് ഈസ് എ മിക്സഡ് ഗ്ലാൻഡ് ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് എൻ എക്സോക്രൈൻ പാർട്ട് ആൻഡ് എൻഡോക്രൈൻ പാർട്ട്. എക്സോക്രൈൻ പാർട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചു, ദാറ്റ് സെക്രീറ്റ്സ് ഡൈജസ്റ്റീവ് എൻസൈംസ്. പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് സെക്രീറ്റ് ചെയ്യുന്നത്, വിച്ച് കണ്ടെയ്ൻസ് പാൻക്രിയാറ്റിക് ലിപ്പേസ്, പാൻക്രിയാറ്റിക് പ്രോട്ടിയേസസ്, പാൻക്രിയാറ്റിക് അമൈലേസ്. ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ഉള്ളതാണ് ആ ഒരു എക്സോക്രൈൻ പാർട്ടിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ്. അതേസമയം എൻഡോക്രൈൻ പാർട്ട് ഇറ്റ് ഈസ് കോൾഡ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിൽ നിന്നാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സെക്ഷനും ഉള്ളത് കൊണ്ട് പാൻക്രിയാസിന് ഒരു മിക്സഡ് ഗ്ലാൻഡായിട്ട് പറയുന്നു. ദ എൻഡോക്രൈൻ പാർട്ട് ഓഫ് പാൻക്രിയാസ് ഇസ് കോൾഡ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അതിൽ നിന്ന് രണ്ട് ഹോർമോൺസ് ആണ് റിലീസ് ചെയ്യുന്നത്, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. അപ്പോൾ ഇവർ രണ്ടുപേരും, ഈ രണ്ട് ഹോർമോൺസും ബോഡിയിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺസാണ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ദെയർ ഫങ്ഷൻ ഇസ്, ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അതിൽ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോണാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഡിക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആൻഡ് അറ്റ് ദി സെയിം ടൈം ഗ്ലൂക്കഗോൺ ഇൻക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അതുകൊണ്ട് അതിനെ പറയുന്നത് ഒരു ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്നുമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഇത്രയും ഹോർമോൺസ് പഠിച്ചതിൽ ഒരുപാട് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺസ് ഉണ്ട്. ഇപ്പോൾ ഗ്രോത്ത് ഹോർമോൺ, അതേപോലെ തന്നെ കോർട്ടിസോൾ, തൈറോയിഡ് ഹോർമോൺസ്, എഡ്രീനാലിൻ, അതിൻ്റെ കൂടെ ഇപ്പോൾ ഗ്ലൂക്കഗോൺ. ഈ 5 എണ്ണവും ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺസ് ആണ്. പക്ഷേ ഇവരെല്ലാവരെയും ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോണേ ഉള്ളൂ, ദാറ്റ് ഈസ് ഇൻസുലിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പാൻക്രിയാസിൻ്റെ ഇനീഷ്യൽ പാർട്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരുടെയും മെക്കാനിസം ഓഫ് ആക്ഷൻ, ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും? ഇപ്പം നമ്മൾ പാരാതൈറോയിഡ് ഹോർമോണും അതേപോലെ തന്നെ തൈറോകാൽസിറ്റോണിൻ, ഈ രണ്ട് ഹോർമോൺസിൻ്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിച്ചു. രണ്ടുപേരും ഹെൽപ്പ് ചെയ്യുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻ്റനൻസ്, ബ്ലഡ് കാൽഷ്യം ലെവൽ മെയിൻ്റനൻസ് ആണ്. ആൻഡ് അവരെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? പാരാതൈറോയിഡ് ഹോർമോൺ ആണെങ്കിൽ കാൽഷ്യം ലെവലിനെ കൂട്ടാൻ നോക്കുന്നു, അതേസമയം തൈറോകാൽസിറ്റോണിൻ ആണെങ്കിൽ കാൽഷ്യം ലെവലിനെ കുറയ്ക്കാൻ നോക്കുന്നു. അതാണ് അവരുടെ രണ്ടുപേരുടെയും ആക്ഷൻ. ഇതേപോലെയാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കാൻ നോക്കുന്നു, ഗ്ലൂക്കഗോൺ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കൂട്ടാൻ നോക്കുന്നു. അതാണ് അവരുടെ രണ്ടുപേരുടെയും ആക്ഷൻ. ഇനി ഏതൊക്കെ സ്ട്രക്ചേഴ്സിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗൻസിൻ്റെ മുകളിലാണ് ഇവർ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ കാണിക്കുന്നത് ഇൻസുലിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും മെക്കാനിസം ഓഫ് ആക്ഷനാണ്. ഇതാണ് നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ നമ്മൾ നോക്കുമ്പോൾ, ഷുഗറിൻ്റെ ലെവൽ നമ്മൾ നോക്കുമ്പോൾ, ഫാസ്റ്റിങ്ങിലാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ എംറ്റി സ്റ്റൊമക്കിൽ വെറും വയറിൽ നമ്മൾ പോയിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ റേഞ്ച് വരേണ്ടത് ഇൻ ബിറ്റ്വീൻ 70 to 110 milligram per deciliter. 70 to 110 milligram per deciliter, അതിൻ്റെ ഇടയിലായിരിക്കണം ലെവൽ വരേണ്ടത്. ഇനി ഭക്ഷണത്തിന് ശേഷം, ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ്, ഷുഗറിനെ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ PPBS എന്ന് ഷോർട്ട് ഫോം പറയും, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ലെവൽ. അതാണ് PPBS എന്ന് പറയുന്നത്. അപ്പോൾ അതാണെങ്കിൽ ഒരു 110 to 140 milligram per deciliter എന്നുള്ള റേഞ്ചിലാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ രണ്ട് റേഞ്ചസ് നമ്മൾ പറയുന്നത്. ഇനി RBS എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, റാൻഡം ബ്ലഡ് ഷുഗർ. നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത്. അതിലാണെങ്കിലും ഏകദേശം ഒരു 110 to 140 milligram per deciliter ആണ് നോർമൽ റേഞ്ച് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ നോർമൽ റേഞ്ചിൽ കൊണ്ടുവരാനായിട്ട് ഈ രണ്ട് ഹോർമോൺസ് സഹായിക്കുന്നത്? ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണെങ്കിൽ, ഇൻക്രീസ്ഡ് ലെവലാണ് എന്നുണ്ടെങ്കിൽ, ഈ ഇൻക്രീസ്ഡ് ഷുഗർ ലെവൽ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. പാൻക്രിയാസ് എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ റിലീസ് ചെയ്യും. ഇൻസുലിൻ അപ്പോൾ 2 സ്ഥലങ്ങളിലാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് ലിവറിൻ്റെ മുകളിൽ, മറ്റതൊന്ന് ടിഷ്യൂസിൽ അല്ലെങ്കിൽ സെൽസിൽ. അപ്പോൾ ലിവറിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇൻസുലിൻ ലിവറിൽ പോയിട്ട് ഗ്ലൂക്കോസ് എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് അവിടെ വയ്ക്കും. പിന്നെ സെൽസിലാണെങ്കിൽ ഇൻസുലിൻ പോയിട്ട് ആ സെൽസിനെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ കൂടുതൽ ഗ്ലൂക്കോസിനെ എടുക്കൂ, എന്നിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യൂ, മാക്സിമം ഇതിനെ യൂസ് ചെയ്യൂ എന്നും പറഞ്ഞിട്ട് സെൽസിനെ പോയിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സെൽസ് ഇൻസുലിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ആ എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ മുഴുവൻ എടുത്ത് എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എനർജി അതിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് സെൽസിൽ ആ ഗ്ലൂക്കോസിൻ്റെ അപ്ടേക്ക് കൂട്ടിയിട്ടും ലിവറിൽ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്തിട്ടും ആണ് ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ നോർമലാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആ ഒരു നോർമൽ റേഞ്ചിലേക്ക് എത്തുന്നു. റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇൻസുലിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് പിന്നെ തിരിച്ച് പാൻക്രിയാസിലേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇൻസുലിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഓക്കെ, ഞാനൊന്നും കൂടിയും പറയാം. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുമ്പോൾ പാൻക്രിയാസ് ഇൻസുലിനെ റിലീസ് ചെയ്യും. ഇൻസുലിൻ ലിവറിൽ പോയിട്ട് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്യിപ്പിക്കും. സെൽസിലാണെങ്കിൽ പോയിട്ട് ഗ്ലൂക്കോസിൻ്റെ അപ്ടേക്ക് കൂട്ടും. അപ്ടേക്ക് കൂടുമ്പോൾ എനർജി പ്രൊഡക്ഷന് നന്നായിട്ടുണ്ടാവും. അപ്പോൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോസിനെ എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ കൂടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ഡിക്രീസ് ചെയ്യിച്ച് അതിനെ നോർമൽ റേഞ്ചിലേക്ക് എത്തിക്കുന്നു. അതാണ് ഇൻസുലിൻ്റെ ആക്ഷൻ. ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയുകയാണെങ്കിൽ, ഓക്കെ, ഡിക്രീസ്ഡ് കണ്ടീഷൻ ആവുകയാണ് എന്നുണ്ടെങ്കിൽ, ഗ്ലൂക്കോസ് ലെവൽ കുറവാണ് എന്നുള്ളത് പാൻക്രിയാസും ഇതേപോലെ തന്നെ അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നു. അപ്പോൾ പാൻക്രിയാസ് അതേസമയം ഗ്ലൂക്കഗോണിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഗ്ലൂക്കഗോൺ അതിന് ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളൂ, ലിവറിൽ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസുലിൻ്റെ ആക്ഷൻ കൊണ്ട് ഗ്ലൈക്കോജനാക്കിയിട്ട് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലൂക്കഗോൺ പോയിട്ട് ലിവറിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഈ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസാക്കി കൺവേർട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായി മാറിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് പിന്നെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു. അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമലിലേക്ക് എത്തുന്നു. ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഇൻസുലിൻ ആൻഡ് പാൻക്രിയാസ്. ഇൻസുലിൻ ആണെങ്കിൽ ഇതിൻ്റെ ലിവറിൻ്റെ മുകളിലും അതേപോലെ തന്നെ സെൽസിലും ആക്ട് ചെയ്യുന്നു. ഗ്ലൂക്കഗോൺ ആണെന്നുണ്ടെങ്കിൽ ലിവറിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. ലിവറിൽ പോയാൽ മതി, കാരണം അവിടെ ഗ്ലൂക്കോസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്ലൈക്കോജൻ്റെ രൂപത്തിൽ. അപ്പോൾ ഗ്ലൂക്കഗോൺ പോയിട്ട് ലിവറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആക്കിയിട്ട് ബ്രേക്ക് ആവും. അങ്ങനെ പിന്നെ ആ ഗ്ലൂക്കോസാണ് ബ്ലഡിലേക്ക് വന്നിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ നോർമലാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ. സെയിം തന്നെയാണ് ഈ പിക്ചറിലും കാണിച്ചിരിക്കുന്നത്. ഹൈ ഷുഗർ ലെവലാണെങ്കിൽ പാൻക്രിയാസ് ഇൻസുലിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഇൻസുലിൻ സെൽസിൻ്റെ മുകളിലും ആക്ട് ചെയ്യും, അതേപോലെ തന്നെ ലിവറിലും ആക്ട് ചെയ്യും. അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നു. അതേസമയം ഗ്ലൂക്കോസ് ലെവൽ വളരെ കുറവാണെങ്കിൽ, ലോ ബ്ലഡ് ഷുഗർ ആണെന്നുണ്ടെങ്കിൽ പാൻക്രിയാസ് ഗ്ലൂക്കഗോണിനെ റിലീസ് ചെയ്യും. ഗ്ലൂക്കഗോൺ ലിവറിൽ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യും. അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നു. ഇതാണ് ഇവരുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇനി അടുത്തത് ഇതുമായിട്ട് വരുന്നതിൻ്റെ ഡിസോർഡറാണ്. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഡിസോർഡർ, ദാറ്റ് ഈസ് ഡയബറ്റിസ് മെല്ലിറ്റസ്. ഈ ഡിസോർഡർ എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. നമ്മൾ സാധാരണ പറയുന്ന ഷുഗർ. അപ്പോൾ ഡയബറ്റിസ് മെല്ലിറ്റസ് എങ്ങനെ ഉണ്ടാവുന്നത്? ഇൻക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലാണ്. more than 110 milligram per deciliter in fasting and 140 milligram per deciliter in PPBS, അതായത് ഭക്ഷണം കഴിച്ച ശേഷമുള്ളത്. അപ്പോൾ ഈ എക്സസൈസ് വരുമ്പോൾ യൂറിനിൽ കൂടിയും അത് പാസ് ചെയ്ത് പോകും. അതിനെ ഗ്ലൂക്കോസൂറിയ എന്ന് പറയും. ഗ്ലൂക്കോസ് യൂറിനിൽ കാണപ്പെടുന്നതിനെയാണ് ഗ്ലൂക്കോസൂറിയ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡയബറ്റിസ് മെല്ലിറ്റസ് ഉണ്ടാവുന്നത്? അത് രണ്ട് തരത്തിൽ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് 1 ഡയബറ്റിസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ്. ഇനി നോർമൽ കണ്ടീഷൻസിൽ, അതായത് നോർമലായിട്ടുള്ളൊരു ഇൻഡിവിജ്വലാണ്, ഷുഗർ ലെവലൊക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ പാൻക്രിയാസ് ഇൻസുലിനെ റിലീസ് ചെയ്യുമ്പോൾ ഇൻസുലിൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സെൽസിൽ പോയിട്ട് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും.
സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഇൻസുലിൻ അതിൻ്റെ റിസെപ്റ്ററുമായിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ആ ഗ്ലൂക്കോസിന് അകത്തേക്ക് ബൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇൻസുലിൻ പോയിട്ട് അതിൻ്റെ ടാർഗറ്റ് സെൽസിൻ്റെ അടുത്ത് പോയി റെക്കമെൻഡ് ചെയ്യും, ഗ്ലൂക്കോസിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ റെക്കമെൻഡേഷൻ ആ സെൽസ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസിനകത്തേക്ക് എടുക്കുന്നു, എന്നിട്ട് ആ സെൽസ് അതിനെ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് സാധാരണ രീതിയിൽ നടക്കുന്നത് നോർമൽ ഇൻഡിവിജ്വൽസിൻ്റെ കേസിൽ. ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ അവിടെ പാൻക്രിയാസിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനേ പറ്റില്ല, അത് ജനറ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ അത്തരം കേസിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് സെൽസിന് ഗ്ലൂക്കോസിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് സെൽസ് ഗ്ലൂക്കോസിനെ അപ്റ്റേക്ക് ചെയ്യില്ല. അതാണ് അവിടുത്തെ പ്രശ്നം ടൈപ്പ് 1 ഡയബറ്റിസിൽ. അതിനെ ജുവനൈൽ ഡയബറ്റിസ് എന്നും പറയും, കുട്ടികളിൽ കാണുന്ന ഡയബറ്റിസ് ആണ്. അതൊരു 20 വയസ്സിനകത്തൊക്കെ വരുന്ന ഡയബറ്റിക് കണ്ടീഷൻസിനെയൊക്കെ നമ്മൾ ടൈപ്പ് 1 ഡയബറ്റിസ് എന്നാണ് പറയുന്നത്. ഇനി ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയുന്നതാണ് അഡൾട്ട് ഓൺസെറ്റ് ഡയബറ്റിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡൾട്ട്സിൽ കാണുന്ന ഡയബറ്റിസ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ തിരഞ്ഞെടുക്കുന്ന അതിൻ്റെ റിസെപ്റ്റർ, ആ റിസെപ്റ്റർ ഇൻസുലിനുമായിട്ട് ഉടക്കി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇൻസുലിനെ ആ റിസെപ്റ്റർ ആക്സെപ്റ്റ് ചെയ്യില്ല. ആ റിസെപ്റ്ററിൻ്റെ അടുത്ത് ഇൻസുലിൻ പോയിട്ട് റെക്കമെൻഡ് ചെയ്യുമ്പോഴാണ് ഗ്ലൂക്കോസിനെ സെൽസ് എടുക്കുന്നത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ റിസെപ്റ്റർ ഇൻസുലിനുമായിട്ട് ഉടക്കി നിൽക്കുന്നത് കാരണം അവിടെ ഗ്ലൂക്കോസിനെ അപ്റ്റേക്ക് ചെയ്യാൻ അവർക്ക് പറ്റില്ല, റെക്കമെൻഡേഷൻ അവിടെ നടക്കില്ല, അതുകൊണ്ട് ഗ്ലൂക്കോസിനെ അപ്റ്റേക്ക് ചെയ്യില്ല. അങ്ങനെയാകുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ടൈപ്പ് 2 ഡയബറ്റിസിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 2 കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. പിന്നെ ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എല്ലാവർക്കും അറിയാം. ഏറ്റവും ഇതായിട്ട് കോമൺ ആയിട്ട് അല്ലെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ട് വരുന്ന 3 സിംറ്റംസ് ഉണ്ട്. പോളിയൂറിയ, ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് യൂറിനേഷൻ, ദെൻ പോളിഡിപ്സിയ, ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, ആൻഡ് പോളിഫേജിയ, ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് എപ്പറ്റൈറ്റ്, അല്ലെങ്കിൽ വിശപ്പ് കൂടുന്നത്, അതാണ് പോളിഫേജിയ. ഇങ്ങനത്തെ 3 കണ്ടീഷൻസാണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഗ്ലൂക്കോസൂറിയ എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്, ഗ്ലൂക്കോസ് എക്സസീവായിട്ട് യൂറിനിൽ കൂടെ പോകുന്നത്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഒരുപാട് കാലം ഇങ്ങനെ അൺകൺട്രോൾഡ് ഒക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ഡയബറ്റിക് റെറ്റിനോപ്പതി. റെറ്റിനോപ്പതി ഈസ് കണ്ണിനെ എഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ. ദെൻ ഡയബറ്റിക് നെഫ്രോപ്പതി, നെഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ കിഡ്നീനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഡയബറ്റിക് ന്യൂറോപ്പതി, അത് നെർവ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. നെർവ്സിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ അവിടെ പെയിനോ അല്ലെങ്കിൽ മറ്റ് സെൻസേഷൻസോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല, അതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അതാണ് ഡയബറ്റിസ് മെല്ലിറ്റസിൻ്റെ കോംപ്ലിക്കേഷൻസ്. ആൻഡ് ഇത്രയും ആണ് അബൌട്ട് പാൻക്രിയാസ് ആൻഡ് ദ ഡിസോർഡേഴ്സ്.